എന്നിട്ട് എന്താ മെസ്സി വരാത്ത ചോദിച്ചോളൂ പറയാം. മെസ്സി വരാത്തത് നമുക്ക് ക്ഷീണമായി ഞങ്ങൾ പറയണത്. വരാത്തത് മെസ്സിക്ക് ക്ഷീണാവും. മെസ്സിക്ക് ഇവിടെ വരാത്തത് ഇവൻ വിളിച്ചിട്ട് വരാത്തതിലും മെസ്സി ബേജാറായി പോത്രേ. അത് മാത്രമല്ല അർജന്റീനക്ക് വമ്പിച്ച തിരിച്ചടിയായി പോകുന്നവരുടെ ഈ ജാതി പുളോമാരെയൊക്കെ വെച്ചിട്ട് പൈസ അടിച്ച് മാറ്റുന്ന അദ്രമാനെ കുറച്ചൊക്കെ ഒരു സെൻസ് വേണ്ടേ? രാജ്യത്തേക്ക് ഈ ജാതി പണിയെടുക്കുമ്പോൾ കുറച്ചൊക്കെ ഒരു മര്യാദ വേണ്ടേ? ഞാൻ വിശദീകരിക്കണില്ല. ഇന്നലത്തെ പ്രഖ്യാപനമൊക്കെ എന്താണ് മുഖ്യമന്ത്രിയുടെ? എന്താ ഇവർ ചെയ്യാൻ പോണത്? ഇന്നലെ പറഞ്ഞു അതിദാരിദ്ര്യം ഇല്ലാത്ത. അപ്പം നോക്കുമ്പോൾ അങ്ങനല്ല, അതിദാരിദ്ര്യർക്ക് പ്രൊമോഷൻ കൊടുത്തിട്ട് ദരിദ്രരാക്കി മാറ്റി. ഒരു നാളെ മുതൽ ദരിദ്രർ എന്നറിയപ്പെടും, അത്രേ ഉള്ളൂ. അതിദാരിദ്ര്യ കാർഡുണ്ട് കേരളത്തിൽ. അല്ലെങ്കിൽ ഇനിയിപ്പോൾ സംഭവിക്കാൻ പോണ കേസ് കാര്യങ്ങൾ സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കുന്ന കാർഡ് റദ്ദാക്കും. പാവങ്ങളുടെ കാര്യത്തിൽ എൻ്റെ സഖാക്കളെ, നിങ്ങൾ സത്യത്തിൽ ഈ ദുരഭിമാനത്തിന് വേണ്ടിയിട്ട്, ഒരു പ്രഖ്യാപനത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യാൻ പോകുന്ന മനുഷ്യനെ കൊല്ലുകയാണ്. ദുരഭിമാന കൂട്ടക്കൊല നടത്താൻ പോവാണ്. ഈ പാവങ്ങൾക്ക് അവർക്ക് കിട്ടുന്ന റേഷൻ ബോർഡും ഇല്ലാണ്ടായാൽ എന്താ നിങ്ങൾ ചെയ്യുക? എന്താ ചെയ്യുക? എന്നിട്ട് അല്ല ഞാൻ ചോദിക്കണം, ഒരു പ്രഖ്യാപനം കൊണ്ട് മാറ്റാൻ കഴിയുന്ന സാധനമാണോ പട്ടിണി, ദാരിദ്ര്യം, വിശപ്പ്? ഒരു പ്രഖ്യാപനം കൊണ്ട് മാറ്റാൻ കഴിയോ? അതിൽ പിന്മാറേണ്ടി വരുന്നത് കാരണം തോൽപ്പിച്ച് തകർക്കാൻ വിശ്വാസിയെ കഴിയില്ല. നിങ്ങൾക്കവനെ കൊല്ലാം, തോൽപ്പിക്കാനാവില്ല. കൊന്നിട്ടുമുണ്ട്. ഒരു വിശ്വാസിയെങ്കിലും ലോകത്തെവിടെയെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അവർ മുളച്ചു പൊന്തി വരികയും ചെയ്യും. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ഗസയിലെ ഒരു പാഠം എന്താണെന്നറിയുമോ? വിശ്വാസം ജീവിക്കാൻ മാത്രം പഠിപ്പിക്കുന്നതല്ല, മരിക്കാൻ കൂടി പഠിപ്പിക്കുന്നതാണ്. അതാണ് തോൽക്കാൻ ഒരു പ്രശ്നം. ഇപ്പോൾ യാസർ ഖാലി നിങ്ങൾക്കറിയാവുന്ന ഒരു ജേർണലിസ്റ്റാണ്, പുതിയ കുട്ടികൾ ഫോളോ ചെയ്യുന്ന ആളാണ് യാസർ ഖാലി. യാസർ ഖാലി ഇസ്രയേലിൽ ഒരു ബോംബാക്രമണത്തിൽ ഗസയിൽ ഒരു 3 വയസ്സുള്ള കുട്ടി മരിച്ചു, ഒരു പെൺകുട്ടി. ആ പെൺകുട്ടിയുടെ പിതാവിൻ്റെ പേര് ഖാലിദ് നബ്ഹാൻ എന്നാണ്. യാസർ ഖാലി നബ്ഹാനെ ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു രംഗമുണ്ട്. അതിങ്ങനെ നേരിട്ട് ചോദിക്കലല്ല, മകളുടെ മയ്യത്ത് കുളിപ്പിച്ച് ആ കുട്ടിയെ, 3 വയസ്സുള്ള പിഞ്ചു കുഞ്ഞിനെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നത് പോലെ 2 ഭാഗത്തും മുടി പിന്നിക്കെട്ടി റബ്ബർ ബാൻഡ് ഇട്ട് ആ കുട്ടിയുടെ മയ്യത്ത് ഖബറിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട് നബ്ഹാൻ. ആ നബ്ഹാൻ അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്ത് പിന്നീട് ഒരിക്കൽ യാസർ ഖാലി അമേരിക്കയിൽ നടക്കുന്ന ഇസ്രായേൽ വിരുദ്ധമായ സമരത്തിൽ പങ്കെടുക്കാൻ ഖാലിദ് നബ്ഹാനെ വിളിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മറുപടി നിങ്ങൾ കേൾക്കണം. അയാൾ പറയാണ്, ഞാൻ വരില്ല, എനിക്കെൻ്റെ മകളുടെ അടുത്ത് പോകണം, എൻ്റെ കൊച്ചുമോൾ എന്നെ കാത്തിരിക്കുന്നുണ്ട്. ഞാനെങ്ങാനും ഈ സമയത്ത് അമേരിക്കയിൽ വന്നാൽ ഇസ്രായേലിൻ്റെ ഒരു മിസൈൽ എനിക്ക് മിസ്സായി പോകും. എപ്പോഴാണോ അതെൻ്റെ തലയിൽ വന്ന് വീഴുന്നത് എന്ന് ഞാൻ കാത്തിരിക്കുകയാണ്. ഈ ഖാലിദ് നബ്ഹാനെ പോലെയുള്ള മനുഷ്യർ അവിടെയുണ്ട്. ഞെട്ടിപ്പോയി യാസർ ഖാലി എന്നാണ്. ഉമർ റളിയല്ലാഹുവിൻ്റെ കാലം റോം ആക്രമിക്കുന്ന ഒരു സമയമുണ്ട്. റോം ആക്രമിക്കുമ്പോൾ അതിനെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ആണ് നേതൃത്വം നൽകുന്നത്. ആ സമയത്ത് ധീരമായ ആ സമരത്തെ അല്ലെങ്കിൽ യുദ്ധത്തെ കണ്ടു ഭയപ്പെട്ട റുസ്തും രാത്രിയിൽ ചാരന്മാരെ വിടുന്നുണ്ട് മുസ്ലിങ്ങളുടെ ടെമ്പിലേക്ക്. ആ ടെമ്പിനകത്ത് അവർ ചെന്ന് നോക്കുമ്പോൾ രാത്രിയിൽ ഇവരിങ്ങനെ മെഴുകുതിരി വെട്ടത്ത് ഉറങ്ങാതെ നമസ്കരിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിൻ്റെ അനുചരന്മാരുടെ പ്രാർത്ഥന എങ്ങനെയാണ്? അല്ലാഹുവേ, ഇന്ന് ഞങ്ങൾക്ക് ഷഹാദ കിട്ടിയില്ല, ഇന്ന് ഞങ്ങൾ മരിച്ചില്ല. അല്ലാഹുവേ, നാളെയുടെ യുദ്ധത്തിൽ ഞങ്ങൾക്ക് ഷഹാദ നൽകണമേ, ഞങ്ങൾക്ക് നാളെ ഷഹാദ നൽകണമേ. റുസ്തുവിൻ്റെ ചാരന്മാർ തിരിച്ചുപോയി രാജാവിനോട് പറയുന്നുണ്ട്, രാജാവേ, രക്ഷയില്ല, നമ്മൾ ജയിക്കാൻ പോകുന്നില്ല. എന്തുകൊണ്ടെന്നാൽ നമ്മൾ ജീവിക്കാൻ വേണ്ടി യുദ്ധം ചെയ്യുകയാണ്, അവർ മരിക്കാൻ വേണ്ടി യുദ്ധം ചെയ്യുകയാണ്. വ്യത്യാസമുണ്ട്. ഗസയിൽ നിന്ന് പ്രൊപ്പഗണ്ടയിൽ തോറ്റു എന്ന് പറഞ്ഞ് ഇസ്രയേൽ കീഴടങ്ങുമ്പോൾ, നിശബ്ദമായി നിൽക്കുമ്പോൾ 45 കിലോമീറ്റർ ചുറ്റളവിനെ അങ്ങ് വിഴുങ്ങിക്കളയാമെന്ന് വിചാരിച്ചവർ എന്തെല്ലാം ധാരണകളാ പൊളിഞ്ഞത്. നമ്മൾ പറയാ എന്താണ്? വാഴക്കാട് ഗ്രാമത്തിലെ പഞ്ചായത്ത് ഓഫീസിലെ കമ്പ്യൂട്ടറിനകത്ത് എന്താണെന്ന് ഇസ്രായേലിന് അറിയാം. അവർ വലിയ വലിയ കൊമ്പത്തുള്ളവരാണ്.
അമേരിക്ക നിങ്ങളുടെ വീട്ടിലെ പറമ്പിലെ മാവിൽ എത്ര മാങ്ങയുണ്ട് എന്ന് അമേരിക്കയിൽ നിന്ന് അവൻ കണ്ടുപിടിക്കും. ഈ കിഴങ്ങന്മാരാണ് 3 കൊല്ലം യുദ്ധം ചെയ്തിട്ട് 48 കിലോമീറ്ററിനകത്ത് പാർപ്പിച്ച അവരുടെ ആളുകൾ എത്ര പേരുണ്ടെന്ന് പോലും കണ്ടെടുക്കാൻ കഴിയാതെ അവസാനം ആ യുദ്ധ കരാറിൽ ഞങ്ങളുടെ ആളുകളെ തിരിച്ചു തരണം എന്ന് പറയേണ്ടി വന്നത്. ഒരുപാട് ഈ സാമ്രാജ്യത്വം ഉണ്ടാക്കി വെച്ച ധാരണകളെ പൊളിച്ചു കളഞ്ഞ ഒന്നാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പേർഷ്യയുടെ യുദ്ധം നടക്കുന്ന സമയത്ത്, പേർഷ്യയുമായിട്ട് യുദ്ധം നടക്കുന്ന ഒരു സമയമുണ്ട്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ആണ് ആ സമരത്തെ നയിക്കുന്നത്. ആ സമയത്ത് പേർഷ്യയുടെ രാജാവ് സഅദ് ഇബ്നു അബീ വഖാസിന് ഒരു സന്ദേശം അയക്കുന്നുണ്ട്. നമുക്ക് സംസാരിച്ചു തുടങ്ങിയിട്ട് പോരെ യുദ്ധം? എന്തിനാണ് നിങ്ങളുടെ യുദ്ധത്തിന്റെ അടിസ്ഥാനപരമായ താല്പര്യമെന്ന് നിങ്ങളൊന്ന് പറഞ്ഞു തരുമോ? അത് പറയാൻ ഒരാളെ വിടുമോ? അങ്ങനെ സഹാബികളെ വിളിച്ച്, കൂടെ വന്നവരെ വിളിച്ചിട്ട് അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരാണ് നമ്മളുടെ യുദ്ധത്തിന്റെ താല്പര്യം പറയാൻ രാജാവിന്റെ മുമ്പിലേക്ക് പോവുക? അവിടെ നിന്നൊരു സാധാരണ സഹാബിയായ ഒരാൾ, ഒരു സാധാരണ മനുഷ്യൻ, അദ്ദേഹം എഴുന്നേറ്റ്, റബീഉ ഇബ്നു ആമിർ എന്ന് പറയുന്ന ഒരു സഹാബിയാണ്. അദ്ദേഹം എഴുന്നേറ്റിട്ട് പറയുന്നുണ്ട്, ഞാൻ പോവാം, ഞാൻ പോയിക്കൊള്ളാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ രാജാവിൻ്റെ അടുത്തേക്ക് പോവാൻ. അവിടെ ചെല്ലുമ്പോൾ രാജാവ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഞങ്ങളോട് ഇപ്പോൾ യുദ്ധത്തിന് വന്നത്? അതിൽ അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട്, തുടങ്ങുന്ന കുറച്ച് വാചകങ്ങൾ. അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്, അല്ലാഹുമ്മ ബിതഹ്സന, അല്ലാഹു ബിതഹ്സന. ഞങ്ങൾ അല്ലാഹുവിനാൽ പ്രചോദിതരായി വരുന്നവരാണ്, അല്ലാഹുവിനാൽ പ്രചോദിതരായി വരുന്നവരാണ്. അബുൽ ഹസൻ അലി നദ്വി സാഹിബ് അദ്ദേഹം റൗളയുടെ അടുത്ത് വെച്ചൊരു പ്രസംഗം നടത്തുമ്പോൾ ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഞാനൊരു പണ്ഡിതനാണെന്നാണ് എല്ലാവരും പറയുന്നത്, ഒരു അറബ് ഭാഷാ പണ്ഡിതൻ, ഖുർആൻ പണ്ഡിതൻ. പക്ഷെ ഞാൻ ഇപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാനിങ്ങനെ നിരന്തരമായി മനനം ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അതെന്തെന്നാൽ അന്ന് ആ സഹാബി പറഞ്ഞ അല്ലാഹു ബിതഹ്സന, അല്ലാഹുവിനാൽ പ്രചോദിതരായി, അല്ലാഹുവിനാൽ പ്രചോദിതരായി. എനിക്ക് അതിൻ്റെ ആന്തരികമായ അർത്ഥം ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. രണ്ടാമത് ഈ സ്വഹാബി പറയുന്നു, ഞങ്ങൾ വന്നത് ആൾ പൂജാ സംസ്കാരത്തെ ഇല്ലാതെയാക്കാനാണ്. മൂന്നാമത്തെ കാര്യം, നേരത്തെ നൗഷാദൊക്കെ പ്രസംഗിച്ചില്ലേ, നിങ്ങളുടെ കർമ്മപദങ്ങളിൽ ചെയ്തു കൊടുക്കേണ്ട സേവനങ്ങൾ, ചെയ്ത സേവനങ്ങൾ നിങ്ങൾ അറിയുക. ഒരു വിശ്വാസി ഒരു രാജ്യത്തോട് യുദ്ധം ചെയ്യുമ്പോൾ ഒരു സഹാബി പറഞ്ഞത് എന്തിനെന്നറിയുമോ? ദുനിയാവിലെ അക്രമം അവസാനിപ്പിക്കാൻ, പ്രയാസപ്പെടുന്നവന്റെ സങ്കടങ്ങൾ ദൂരീകരിക്കാൻ. മൂന്നാമത്തെ വാചകം എന്തെന്നറിയുമോ? വികസനം കൊണ്ടുവരാൻ. നിങ്ങളുടെ നെയ്യത്തിനെ ശക്തമാക്കിയെടുത്ത് അവിടെ ഒരു രാഷ്ട്രീയപരമായ സമീപനത്തിനകത്ത് നിൽക്കുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യങ്ങളെ കൃത്യമായി രൂപീകരിച്ചെടുക്കാൻ ശ്രമിച്ചാൽ അതിലൊരു ബാധ്യതയുണ്ട്. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, നമ്മൾ ഗസയെക്കുറിച്ച് പറഞ്ഞിടത്ത് ഒന്നുകൂടെ ഞാൻ പറയാം. ഗസയെ സ്മരിക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ വിശ്വാസത്തെ ശക്തമാക്കുക എന്നത് മാത്രമല്ല, അത് ഗാന്ധിജിയെ സ്മരിക്കലാണ്, ഇന്ത്യയിൽ നെഹ്റുവിനെ ഓർക്കലാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എറണാകുളത്ത് ലീഗിന്റെ ഗസ അനുകൂലമായ റാലി നടക്കുമ്പോൾ ഫലസ്തീന്റെ അംബാസഡർ ഒരു വാക്ക് പറഞ്ഞു. അതിനപ്പുറം ഈ സമ്മേളന നഗരിയിൽ കൂടിയവർക്ക് എന്താ വേണ്ടത്? നമുക്ക് എന്താ വേണ്ടത്? അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ അഭിമന്യനായ പോരാളി യാസർ അറഫാത്തിന്റെ ഇഷ്ടപ്പെട്ട കൂട്ടുകാരനായിരുന്നു നിങ്ങളുടെ ഈ അഹമ്മദ് സാഹിബെന്ന്. നിങ്ങൾ വിളിച്ച മുദ്രാവാക്യത്തിന്, നിങ്ങൾ ഒടുക്കിയ വിയർപ്പിന്, നിങ്ങൾ ലീഗിന്റെ കൊടി പിടിച്ചതിന് അതിനപ്പുറം എന്ത് അംഗീകാരം വേണം ഈ ആധുനിക കാലത്ത്? മൻമോഹൻ സിംഗിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്താണ് അഹമ്മദ് സാഹിബ് പോയത്. ഗാന്ധിജി ഇന്ത്യ പറക്കുന്നതിന് മുമ്പ് ഗസയുടെ കൂടെയാണ്. നെഹ്റുവിന്റെ ശക്തമായ നിലപാടുകൾ ഗസയുടെ കൂടെയാണ്. ഇന്നും ഇന്നലെയും ഈ രാജ്യത്തിന്, മോദിയെ പോലെ ഒരു ഫാഷിസ്റ്റ് രാജ്യം ഭരിച്ചപ്പോഴും ഈ രാജ്യത്തിന് ഗസക്ക് അനുകൂലമായി 2 സ്റ്റേറ്റ് വോട്ട് ചെയ്യേണ്ടി വന്നതും അത്രമേൽ അടിത്തറ ഈ രാജ്യത്തിനുണ്ടായിരുന്നത് കൊണ്ടാണ്. നമ്മൾ ഗാന്ധിജിയെ ഓർക്കുന്നുണ്ട്, രാജ്യത്തിന്റെ മൗലികതയെ ഓർക്കുന്നുണ്ട്, ഈ നാടിനെ കുറിച്ച് ഓർക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്കതിന് കഴിയുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ മൾട്ടിപോളാർ വേൾഡ്. ലോകത്ത് കാനഡ പറഞ്ഞു,
നിങ്ങൾ മനസ്സിലാക്കണം, ഇറ്റലിയിൽ 2 ദിവസത്തെ ബന്ദ്. അവർ മുസ്ലിങ്ങളല്ല. കാനഡ പറയുന്നു, ഫ്രഞ്ച് പ്രസിഡന്റ് പറയുന്നു, ഫ്രാൻസ് പറയുന്നു, ഓസ്ട്രേലിയ പറയുന്നു, ലോകത്തിലെ വമ്പൻ രാജ്യങ്ങൾ മുഴുവൻ പറയുന്നു ഇത് മനുഷ്യക്കുരുതിയാണ്. ഗസ മറ്റൊന്ന് പറയുന്നുണ്ട്. എന്താണെന്നറിയോ? 20 കൊല്ലമായി അമേരിക്കൻ പ്രൊപ്പഗണ്ട, സാമ്രാജ്യത്വ പ്രൊപ്പഗണ്ട, ഇസ്ലാമോഫോബിയയാണ്. മുസ്ലിങ്ങൾ അക്രമകാരികളാണ്, കൊല്ലുകയാണ്, ഇല്ലാതാക്കുകയാണ്. പക്ഷേ ലോകത്തിന്റെ മുമ്പിൽ അതല്ല, ആ ഇസ്ലാമോഫോബിയ അല്ല വസ്തുത എന്ന് ലോകത്തെ പഠിപ്പിച്ചത് ആരാണ്? ക്രൂരന്മാരെന്ന്, ആരാണ് മനുഷ്യത്വ വിരുദ്ധരെന്ന്, ആരാണ് ചോരക്കൊതിയന്മാരെന്ന്. അതുകൂടെ ഗസ പറയുന്നുണ്ട് അവസാനത്തെ ഘട്ടമെത്തുമ്പോൾ. അതാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ നിശബ്ദരായി നിൽക്കാതെ പ്രതികരിക്കേണ്ടുന്നതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് നിങ്ങൾ ഈ നഗരിയിൽ അങ്ങനെ ഒരു പേരിട്ട് കൂടിയിരിക്കുന്നു എന്നുള്ളത്. ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പറയട്ടെ, ഈ വലതുപക്ഷ ഏകീകരണത്തിൻ്റെയും ഏകാധിപത്യത്തിനുമെതിരെ നിലകൊള്ളുന്ന ഒരു സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ നിലകൊള്ളുന്ന ഒരു രീതി സമീപകാലത്ത് കേൾക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഇതിലൊരു തമാശ നിങ്ങൾക്കറിയാമോ? ഞാൻ ഈ നമ്മുടെ നാട്ടിൽ എത്രത്തോളം അമേരിക്ക, ഈ സാമ്രാജ്യത്വം, ഫാഷിസം നമ്മളെ എത്ര സ്വാധീനിക്കുന്നു എന്ന് നിങ്ങൾക്കറിയുമോ? ഞാൻ വയനാട്ടിൽ നിന്ന് അഴീക്കോട് മത്സരിക്കാൻ വേണ്ടി പോവുകയാണ്. അവിടെ ഞാൻ ചെന്നിറങ്ങുന്ന ദിവസം പി ജയരാജന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ചുരമിറങ്ങി വന്ന താലിബാൻ എന്നാണ് എനിക്കിട്ട പേര്. താലിബാൻ എന്നാൽ ഒരു അപകടം പിടിച്ച ഒരു ഇസ്ലാമോഫോബിക്ക് പേരാക്കി മാറ്റി. എന്നാൽ നിങ്ങൾ അറിയുമോ, കഴിഞ്ഞ ആഴ്ച ബഷീർ സാഹിബ് ഇവിടെയുണ്ട്, കഴിഞ്ഞ ആഴ്ച താലിബാന്റെ മന്ത്രി ഇന്ത്യയിൽ വന്നു. പൂവിട്ട് പൂമാല ഇട്ട് സ്വീകരിക്കുക മാത്രമല്ല, അയാൾ പറഞ്ഞു പ്രസ് മീറ്റിങ്ങിനകത്ത് പെണ്ണുങ്ങൾ പാടില്ല, പത്രപ്രവർത്തകരായ പെണ്ണുങ്ങൾ പാടില്ല. ആ പെണ്ണുങ്ങളെ മാറ്റിയിട്ട് മോദി പത്രസമ്മേളനം നടത്തി കൊടുത്തു. ആർക്ക്? താലിബാന്. അഫ്ഗാൻ ഭരിക്കുന്നത് താലിബാനാണ്. അഫ്ഗാന് കുട്ടികൾക്കറിയാം, ഇന്ന് ലോകത്തെ പരിചയപ്പെടുന്ന കുട്ടികൾക്കറിയാം, അഫ്ഗാന് നയതന്ത്രപരമായ പ്രാധാന്യമുണ്ട് ആ മണ്ണിന്, ഭൂമിക്ക്. ഇന്ത്യക്കും അഫ്ഗാനെ ഒഴിവാക്കാനാവില്ല, അമേരിക്കക്കും ആവില്ല. അമേരിക്ക കഴിഞ്ഞ മാസം ട്രംപ് നേരിട്ട് അഫ്ഗാനോട് പറയാണ്, ഞങ്ങൾക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ ഒരു പോർട്ട് വേണം. അഫ്ഗാൻ കൊടുത്തില്ല. അഫ്ഗാനല്ല, താലിബാൻ കൊടുത്തില്ല. ഈ താലിബാനെ കുറിച്ച് CPM പറയുന്നത് ഇവിടുത്തെ മുസ്ലിങ്ങളെ സൂചിപ്പിച്ചിട്ടാണ്. 2-3 ദിവസം മുമ്പ് ഒരു ചർച്ച നടക്കുകയാണ് മീഡിയ വണ്ണിൽ. അതിൽ CPMന്റെ ഒരു അഡ്വക്കേറ്റ് അനിൽ അയാളുണ്ട്. മീഡിയ വണ്ടിന്റെ ഹാങ്ങറെ അയാൾ വിളിച്ചത് താനൊരു താലിബാൻ എന്നാണ്. എനിക്ക് മനസ്സിലാവാത്തത്, അമേരിക്കയുടെ താലിബാൻ, RSSന്റെ താലിബാൻ, മോദിയുടെ താലിബാൻ, എന്റെ CPMകാരാ, നിന്റെ നാവിൽ എങ്ങനെയാണ് വരുന്നത്? ഇതെങ്ങനെയാ സംഭവിക്കുന്നത്? ഈ സങ്കലനം എങ്ങനെയാ സംഭവിക്കുന്നത്? എങ്ങനെയാ ഉണ്ടാവുന്നത്? അജിത് ഡോവൽ പിന്നാമ്പുറത്തൂടെ അഫ്ഗാനുമായിട്ട് സഖ്യമുണ്ടാക്കാനുള്ള പരിപാടി ചർച്ച നടത്തുകയാണ്. മോദി അവരെ കൊണ്ടുവരികയാണ്. ഈ പറയുന്ന അമേരിക്കൻ പ്രൊപ്പഗണ്ടയിൽ, സാമ്രാജ്യത്വ പ്രൊപ്പഗണ്ടയിൽ വീണു പോവരുത് എന്ന ബോധ്യം ഒരു കമ്മ്യൂണിസ്റ്റുകാരന് എങ്ങനെയാണ് ഇല്ലാതെയാവുന്നത്? ഇതൊന്ന് പറഞ്ഞു തന്നെ, ഇതൊന്ന് പറഞ്ഞു തന്നെ. ഇവിടെ കേരളത്തിൽ വന്നൊരു മാറ്റമുണ്ട്. കഴിഞ്ഞ 15 കൊല്ലമായി CPMന്റെ വേദികളിൽ നിന്ന് സാമ്രാജ്യത്വ വിരുദ്ധത കൊഴിഞ്ഞുപോയി. ഇപ്പോഴില്ല. അമേരിക്കക്കെതിരെയുള്ള വമ്പൻ പ്രസംഗങ്ങൾ പാലക്കാട് കേൾക്കുന്നുണ്ടോ? നിങ്ങൾ കേൾക്കുന്നുണ്ടോ? അമേരിക്കൻ വിരുദ്ധതയില്ല, സാമ്രാജ്യത്വ വിരുദ്ധതയില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ പരിണാമം സംഭവിച്ചതെന്ന് ഓരോ CPMകാരനും അവനവൻ ആലോചിക്കേണ്ട കാര്യമുണ്ട്. ഇതെന്താ സംഭവിക്കുന്നത് അറിയോ? മോദിയുടെ പ്രചോദനം ആരാണ്? ട്രംപാണ്. മൈ ഫ്രണ്ട്, മൂപ്പര ഫ്രണ്ടാണ്, അദ്ദേഹമാണ് മോദിയുടെ പ്രചോദനം. മോദി പിണറായി വിജയന്റെ പ്രചോദനാണ്, മുഖ്യമന്ത്രിയുടെ പ്രചോദനാണ്. ഇത് തമ്മിൽ ഈ കണ്ടാലുള്ള രൂപസാദൃശ്യം മാത്രമല്ല, അവർ തമ്മിൽ എല്ലാത്തരം ബന്ധമുണ്ട്. ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ, നോട്ട് നിരോധനത്തിന് ഒരു സ്റ്റേറ്റിൽ റോളില്ല. നോട്ട് നിരോധനത്തിന് സ്റ്റേറ്റിൽ റോളില്ലാത്തത് കൊണ്ട് പിണറായി വിജയൻ ആ കേസ് എടുത്തില്ല. എന്നാൽ അതിനുശേഷമോ നിങ്ങൾ ഓർത്ത് നോക്കൂ, ഓരോ കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അതിനുശേഷം പെട്രോൾ വില അത് മാത്രം പരിശോധിച്ചോ നിങ്ങൾ. പെട്രോളിന് സെൻട്രൽ ഗവൺമെന്റ് നമുക്ക് നേരെ നടത്തുന്ന ഒരു ആക്രമണമാണ്. ലോകത്ത് പലയിടത്തും ക്രൂഡ് ഓയിലിന് വില കുറഞ്ഞപ്പോഴും പെട്രോളിന് വില കൂടി. ഇത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു ഇടപാടാണ്.
ഈ ഇടപാടിനോട് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് പ്രതികരിച്ചത് എങ്ങനെയാണെന്നറിയാം? അവര് വില കൂട്ടും, ടാക്സ് കുറച്ച് കേരളം വില കുറക്കും. കേരളം വില കുറക്കും, പിന്നെയും കേന്ദ്രം വില കൂട്ടും, കേരളം പിന്നെയും വില കുറക്കും. ഇത് ഒരു സമരമാണ്. സെൻട്രൽ ഗവൺമെന്റിനോട് നിങ്ങൾ എത്ര ജനങ്ങളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചാലും ഞങ്ങളെ കൂട്ടത്തിലില്ല എന്ന് പറയുന്ന ഒരു സമരമാണ്. 2 റുപ്യാവാം 10 റുപ്യാവാം സമരമാണ്. എന്നാൽ പിണറായി വിജയൻ കേരളത്തിൽ അധികാരത്തിൽ വന്ന ഈ സെക്കൻഡ് വരെ 1 റുപ്പിക കുറച്ചിട്ടില്ല. നിങ്ങൾ നരേന്ദ്രമോദി കൂട്ടുമ്പോൾ കേരളത്തിന്റെ ടാക്സും കൂട്ടാണ്. അതാരും ചർച്ച ചെയ്യണില്ല. നരേന്ദ്രമോദി കൂട്ടുന്ന പെട്രോൾ വില, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില നിങ്ങൾ എന്തിനാ കൂട്ടുന്നത്? നിങ്ങൾക്ക് കുറക്കാലോ, ഞങ്ങൾക്കത് വേണ്ട എന്ന് പറയാലോ. മോദി വലുതായി പിടിയുമ്പോൾ അതിന്റെ ചെറുതായ പിടിച്ചിൽ നിങ്ങളും നടത്തി. 1. രണ്ടാമത് GST. ഇതാ ടി വി ഇബ്രാഹിം നിയമസഭയിൽ ഞങ്ങൾ ഒരുമിച്ചുള്ള സമയത്ത് തോമസ് ഐസക് ധനകാര്യമന്ത്രിയാണ്. GST കൊണ്ടുവന്നപ്പോൾ അത് തമിഴ്നാട് പറഞ്ഞു ശരിയല്ല, അതിന്റെ വലിയ ന്യായമുണ്ട്, ഞാൻ അതിലേക്ക് കിടക്കണില്ല. BJP ഗവൺമെന്റ് ആയിരുന്നു കർണാടകയിൽ, അവർ അംഗീകരിച്ചു. എന്നാൽ ഒരു BJP അല്ലാത്ത ഗവൺമെന്റ് ഇന്ത്യയിൽ GSTയെ വാഴ്ത്തി പറഞ്ഞത് കേരള നിയമസഭയിൽ തോമസ് ഐസക്കാണ്. അത് പഴയ കഥയല്ലേ. എന്നാൽ കഴിഞ്ഞ 1 മാസം മുമ്പുള്ള കഥയെടുത്തോ, GST തെറ്റാണെന്ന് പലതും ബോധ്യമായ പോലെ സെൻട്രൽ ഗവൺമെന്റിന് ബോധ്യമായപ്പോ ഇളവ് പ്രഖ്യാപിച്ചു. രാഹുൽ ഗാന്ധിയുടെ പോരാട്ടത്തിന്റെ ഫലമാണ്. ഇളവ് പ്രഖ്യാപിച്ചപ്പോ കേരള ഗവൺമെന്റ് എന്താണ്, തോമസ് ഐസക് എന്ന അവരുടെ ധനകാര്യ വിദഗ്ധൻ പരസ്യമായി പോസ്റ്റ് ഇട്ടു, ഇത് പിൻവലിക്കരുത്. ഈ വാഴക്കാട്ടിലെ, ഈ പ്രദേശത്തെ, ഈ മലപ്പുറത്തെ, ഈ കോഴിക്കോട്ടെ സാധാരണക്കാരന് ഒരു 3000-4000 ഉറുപ്പിക ഒരു മാസത്തിൽ ചെറിയ തരത്തിൽ കുറവ് വരുന്ന ഇടപാട് പോലും മോദിയേക്കാൾ വലിയ രാജഭക്തിയിൽ വേണ്ടെന്ന് പറഞ്ഞത് ഈ CPM. സെൻട്രൽ ഗവൺമെന്റിന്റെ എല്ലാം ഇനിയിപ്പോ വോട്ട് ചോരി. രാഹുൽ ഗാന്ധിയുടെ ഈ അടുത്ത കാലത്തെ ഏറ്റവും മനോഹരമായ സമരം, ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും വലിയ വിപ്ലവം ഉണ്ടാവേണ്ടുന്ന ഒന്നായിരുന്നു വോട്ട് ചോരി. ആ വോട്ട് ചോരിയെ വിശദീകരിച്ചുകൊണ്ട് ബഷീർക്കൊക്കെ ഇരിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട സാദിഖ് അലി തങ്ങൾ ആ പരിപാടിയിൽ ഉണ്ടായിരുന്നു. എല്ലാവർക്കും വിശദീകരിച്ച് കൊടുക്കുകയാണ് രാഹുൽ ഗാന്ധി. അപ്പൊ അതിന്റെ മുമ്പിലുണ്ട് MA ബേബി ഇങ്ങനെ ഇരിക്കണം. നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് അതെടുത്തിട്ട് യൂട്യൂബിൽ നിന്ന് എടുത്ത് കണ്ടാൽ മതിയാവും. MA ബേബി ഇരിക്കണത് ഇതൊക്കെ എത്ര കണ്ടതാണ് എന്ന ഭാവത്തിലാണ്. കാര്യം എന്താ, ഞാനത് അന്ന് എല്ലാവരും ഒന്നിച്ച് നിന്ന സ്ഥിതിക്ക് നമ്മൾ നന്നാക്കി പറയണമല്ലോ. പക്ഷെ നമ്മൾ ഉള്ളത് പറഞ്ഞു. ഞാൻ അന്ന് പ്രസംഗിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ബേബി ആ ഇരിക്കുന്ന ഇരുത്തം കണ്ടാൽ അവർ ഇതിൽ ഏതെങ്കിലും വിട്ടുപോയ പോയിന്റ് ഉണ്ടെങ്കിൽ അതും കൂടി ഇവിടെ പ്രയോഗിക്കാൻ വേണ്ടിയുള്ള ഇരുത്താണ് എന്നായിരുന്നു ഞാൻ അന്ന് പറഞ്ഞിരുന്നത്. സത്യത്തിൽ ആ വോട്ട് ചോരി പൊളിറ്റിക്സില് BJPയേക്കാൾ വലിയ വില്ലന്മാരും കള്ളന്മാരും സത്യത്തിൽ കേരളത്തിലെ CPMകാരല്ലേ. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ഏതിലാണ്? ഇതാ അവസാനം, ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. PM ശ്രീ, സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു സാധ്യതയുമില്ല PM ശ്രീ കൊണ്ടുവരാൻ എന്ന് വിചാരിച്ചവരല്ലേ നമ്മൾ. ആ PM ശ്രീയിലും ഒപ്പുവെച്ചു, അതിലും ഒപ്പുവെച്ചു. നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് നിങ്ങൾ തൽക്കാലം അങ്ങോട്ടും ഇങ്ങോട്ടും പൊടിയെറിഞ്ഞിട്ട് കാര്യമില്ല, അതിലും ഒപ്പുവെച്ചു. പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഒരു 3 വിശേഷണം ഞാൻ പറയാം. ഒരുപാട് വിശേഷണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു വിശേഷണം എന്താണ്? ഇന്ത്യയിലെ CPMന്റെ ഏക മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. രണ്ടാമത്തെ വിശേഷണം എന്താണ്? അത് കുറച്ച് കഴിഞ്ഞിട്ട് ഇന്ത്യയിലെ ഒടുക്കത്തെ CPMന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അദ്ദേഹത്തിനുള്ള വിശേഷണമാണ്. മൂന്നാമതോ, 12 മുഖ്യമന്ത്രിമാരിൽ മകൾക്കും മകനും ED നോട്ടീസ് കിട്ടിയ മഹൽ കൃത്യം നടത്തിയ ഏക മുഖ്യമന്ത്രി അതും പിണറായി വിജയനാണ്. ഒരുപാട് വിശേഷണങ്ങൾ അദ്ദേഹത്തിനുണ്ട്. ഞാൻ നിയമസഭയിലുള്ള സമയത്താണ് അദ്ദേഹത്തിൻ്റെ മകളെ കുറിച്ച് 2018 പറയുന്നുണ്ട്. ഇപ്പം ഈ മകനുമായി ബന്ധപ്പെട്ട വിഷയം വന്നല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കുക. അതിൽ പിണറായി വിജയൻ പറയുന്ന 2-3 കാര്യമുണ്ട്. എനിക്കെൻ്റെ മകനെ കുറിച്ച് വലിയ അഭിമാനമുണ്ട്. അഭിമാനിക്കണം, നിർബന്ധമായി അഭിമാനിക്കണം. അച്ഛനൊത്ത മോൻ എന്നൊക്കെ പറയില്ലേ, ആ അർത്ഥത്തിൽ അദ്ദേഹം, കാരണം ലവ്ലിംഗ് കേസിൽ പണ്ടേ പെട്ടിക്കിടക്കുന്ന പിണറായി വിജയന്റെ മകൻ വേറൊരു കേസ് പെടുന്നു, സ്വാഭാവികമായിട്ടും അഭിമാനിക്കണം. പക്ഷെ അവൻ ഒരിക്കലും കുരുത്തക്കേട് കാണിച്ചില്ല. SFIക്കാർ തെരുവിൽ സമരം ചെയ്ത് വിദ്യാഭ്യാസ മന്ത്രിമാരായ ബഷീർ സാഹിബിനൊക്കെ റോട്ടുമലിട്ടു കുഴപ്പമുണ്ടാക്കാൻ നടക്കുമ്പോൾ നിങ്ങളുടെ മകൻ ഈ കുഴപ്പത്തിനൊന്നും പോകാതെ ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിച്ചു. മിടുക്കനാണ് അവൻ, മിടുമിടുക്കനാണ്. രാജ്യത്തിലെ സഖാക്കൾ കയ്യും വെട്ടും കാലും വെട്ടും തലയും വെട്ടും എന്ന് പറഞ്ഞ് തെരുവിൽ നടന്നപ്പോ കയ്യും കെട്ടി നോക്കി നിന്നവൻ നിങ്ങളുടെ മകനാണ്. മിടുക്കനാണ് അവൻ.
അവന്റെ പേരിൽ അഭിമാനം ഉണ്ടാവണം. അവന്റെ പേരിൽ നിർബന്ധമായും നിങ്ങൾക്ക് അഭിമാനം ഉണ്ടാവണം. കല്ലിലിടിച്ച് പൂക്കുല ചിതറുന്ന പോലെ TP ചന്ദ്രശേഖര, നിന്റെ തല തെറിക്കുമെന്ന് ജീവിച്ചിരിക്കുന്ന ചന്ദ്രശേഖരന്റെ നാട്ടിൽ പോയി വെല്ലുവിളിച്ച പിണറായി വിജയന്റെ വാക്കേറ്റെടുത്ത് ആവേശമൂത്ത സഖാക്കൾ ചന്ദ്രശേഖരനെ വെട്ടിക്കൊലപ്പെടുത്തുമ്പോ ആ വഴിക്ക് അബദ്ധത്തിൽ പോലും പോയില്ല പിണറായി വിജയന്റെ മകൻ. മിടുമിടുക്കനാണ് അവൻ. നിങ്ങൾ അവന്റെ പേരിൽ അഭിമാനം കൊള്ളണം. പക്ഷെ ഈ മക്കൾ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിക്ക് മാത്രമുള്ളതല്ല. ഉമ്മൻചാണ്ടി സാറിനുണ്ടായിരുന്നു, അദ്ദേഹത്തിനുണ്ടായിരുന്നു മക്കൾ, ഭാര്യ. അവരെയൊക്കെ വേദനിപ്പിച്ചിട്ട് എന്തൊക്കെ വൃത്തികേടാണ് പിണറായി വിജയൻ നിങ്ങൾ പറഞ്ഞത് എന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? 8 നക്സലൈറ്റുകൾക്കും മക്കളുണ്ടായിരുന്നു. നക്സലൈറ്റുകൾ, നിങ്ങൾ പിടിച്ച അതേ ചുവന്ന കൊടി പിടിച്ച, നിങ്ങൾ വിളിച്ച അതേ മുദ്രാവാക്യം വിളിച്ച, നിങ്ങളെക്കാൾ മാർക്സിസത്തിലും കമ്മ്യൂണിസത്തിലും ഇഖ്ലാസുള്ള ആ നക്സലൈറ്റുകളെ ചോദ്യം പോലും ചോദിക്കാതെ പറകിൽ നിന്ന് വെടിവെച്ച് കൊല്ലുമ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി നിങ്ങൾക്കറിയായിരുന്നില്ലേ അവർക്ക് മക്കളുള്ളത്? TP ചന്ദ്രശേഖരന് മകനില്ലേ? അത് നിങ്ങൾ ആലോചിച്ചിട്ടില്ലായിരുന്നോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. മകൾക്ക് ഇഡി നോട്ടീസ്, മകന് ഇഡി നോട്ടീസ്, അച്ഛന് പിണറായി വിജയന് ലാവ്ലി നോട്ടീസ്, മകന്റെ അമ്മോഷന് ക്യാമറന്റെ നോട്ടീസ്. ഇതെല്ലാം കൂടി ഒരു കുടുംബത്തിന് എങ്ങനെ താങ്ങും ചങ്ങായിമാരെ? ഞാൻ ചോദിച്ചത്, അപ്പൊ ഞാൻ എന്നോട് പറഞ്ഞു ഒരു ദിവസം, ഞാൻ പറഞ്ഞു പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു, ഞാൻ ഈ തമിഴ്നാട്ടിലൊക്കെ തിരുട്ട് ഗ്രാമം എന്ന് കേട്ടിട്ടുണ്ട്. തിരുട്ട് ഫാമിലി ആദ്യമായിട്ട് കാണുകയാണ്. അതില് എനിക്ക് രസം തോന്നിയ സാധനമല്ല, ഈ മീഡിയകളുടെ ഒക്കെ ഒരു വിധേയത്വം നിങ്ങൾ മനസ്സിലാക്കണം. പിറ്റേ ദിവസം 24 ന്യൂസിലെ അതിന്റെ ലേഖകൻ അവിടുന്ന് അതിൽ ശ്രീകണ്ഠൻ നായർ പറയാണ്, പിറ്റേ ദിവസം രാവിലത്തെ ന്യൂസാണ്, KM ഷാജി മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ ആക്ഷേപിച്ചു. അതങ്ങനെ കുടുംബത്തെ ആക്ഷേപിക്കുക? ഞാൻ ആരോപണം ഉന്നയിച്ചല്ലേ? KM ഷാജി മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെ ആരോപണം ഉന്നയിച്ചു എന്ന് പറഞ്ഞോ? ആക്ഷേപം എങ്ങനെയാണ്? ഈ മകന്റെ നോട്ടീസ് വന്നത് ക്ലിഫ് ഹൗസ് കേരള എന്ന് പറഞ്ഞിട്ടാണ്. ഈ ക്ലിഫ് ഹൗസ് എന്ന് പറയുന്നത് കേരള മുഖ്യമന്ത്രിയുടെ തറവാട്ട് സ്വത്തല്ല, വീടല്ല. ഞങ്ങളുടെ നികുതി പണം കൊണ്ട് ഈ നാട്ടിന്റെ മുഖ്യമന്ത്രിമാർ പാർക്കുന്ന ഇടാണ്. അവിടേക്കാണോ ഇടി നോട്ടീസ് വരല്? അത് ചോദ്യം ചെയ്യാൻ ഞങ്ങൾക്ക് അവകാശമില്ലേ? ഞങ്ങൾ മുഖ്യമന്ത്രി. അപ്പൊ ഈ ശ്രീകണ്ഠൻ നായർ ഒരു ദിവസം TV പറയുന്നത് ഞാൻ കേട്ടു, ഞാൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ വിജയേട്ടോ എന്നാണ് വിളിക്കാറ്. നിങ്ങൾ വിജയേട്ടോ എന്ന് വിളിച്ചോ, അയാളെൻ്റെ അമ്മായിൻ്റെ മോനൊന്നുമല്ല എനിക്ക്. ഞാൻ എന്തിനാ വിളിക്കണത്? നിങ്ങൾ വിജയേട്ടോ എന്ന് വിളിച്ചോ. ഞാൻ ചോദിക്കുന്നത്, മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെ ഞാൻ ആക്ഷേപം ഉന്നയിച്ചാൽ അത് സഹിക്കാൻ പറ്റില്ല നിങ്ങൾക്ക്? മീഡിയക്ക് പറ്റൂല, നാട്ടിലാർക്കും പറ്റൂല. അപ്പം എല്ലാവരുടെ പേരും പാഞ്ഞു കയറുകയാണ്. മുഖ്യമന്ത്രിനെ പറഞ്ഞ മഹാകേസ്, അയാൾക്ക് പരനാറിന്ന് വിളിക്കാം, അയാൾക്ക് ഈ മലപ്പുറത്തിന്റെ MLA തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയെ ആക്ഷേപിക്കാം. ഇയാൾക്ക് കൊമ്പുണ്ടാവും? ഇയാൾ രാജ്യത്തിലെ രാജാവാ? ജനാധിപത്യത്തിലെ മുഖ്യമന്ത്രിയല്ലേ? വിമർശിക്കും. അത് കേൾക്കാതിരിക്കണമെങ്കിലേ നേരെ ചൊവ്വ ഭരിക്കാൻ പറയും. അപ്പം ഉണ്ടാവില്ല. നേരെ ചൊവ്വ ഭരിക്കാൻ പറയും. നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക് എന്ത് തോന്നിയാസവും പറയാം, ആരെ ആക്ഷേപിക്കാം, എന്ത് വൃത്തികേടും പറയാം. നിങ്ങൾ ഇതെന്താ രാജാവാണെന്ന് വിചാരിക്കുന്നുണ്ടോ പത്രക്കാർ? ഈ ശ്രീകണ്ഠനാരെ പോലുള്ളവര് അങ്ങനെയാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? വിമർശിക്കേണ്ടി വരും. നിങ്ങൾ എന്തൊക്കെയാണ് കട്ട് കൊണ്ടുപോകില്ല എല്ലാവരും. നിങ്ങൾ ആലോചിച്ചൊക്കെ എല്ലാവരും ഇരുന്ന് കക്കുകയാണ്. ദേവസ്വം ബോർഡിൽ ശബരിമലയിലെ സ്വർണ്ണ അടിച്ചു മാറ്റാന്നൊക്കെ പറഞ്ഞാൽ ഒരു മര്യാദ വേണ്ടടോ. മുനീർ സാഹിബ് മെഞ്ഞാന്ന് പറഞ്ഞു, എന്താണ് സുവർണ ക്ഷേത്രം കേരളത്തിൽ ആവഞ്ഞാന്നായി, ചെമ്പ് ക്ഷേത്രമായി പോയി. അദ്ദേഹത്തിന്റെ അതും അടിച്ചു മാറ്റൂ. സ്വർണ്ണം എന്ന് കേട്ട സ്വർണ്ണ മുഖ്യമന്ത്രിക്ക് പണ്ടേ വീക്ക്നെസ് ആണ്. സ്വർണ്ണം കടത്ത് മൂപ്പര സെക്രട്ടറിയുടെ ജയിലിൽ കിടക്കാൻ അറിയാലോ നമുക്ക്. സ്വർണ്ണടി എടോ, ഒരു ക്ഷേത്രത്തിലെ ഒരു ദൈവ സാന്നിധ്യമുള്ള സ്ഥലത്ത് നിന്ന് സ്വർണ്ണം അടിച്ചു മാറ്റുക. നിങ്ങൾ അദ്രമാനില്ലേ, ഏടോ കിടക്കണ മെസ്സിനെ വിറ്റിട്ട് പൈസ ഉണ്ടാക്കുക. നിങ്ങൾ ആലോചിച്ചു എന്താണോ ചെയ്യാത്തത്? ദേവസ്വം ബോർഡ് വേറെ, എല്ലാവരും ഇരുന്ന് കക്കുകയാണ്. എല്ലാവർക്കും ലാവ്ലി ഇല്ല, എല്ലാവർക്കും മെസ്സി ഇല്ല, എല്ലാവർക്കും എന്താണ് ദേവസ്വം ബോർഡൊന്നും ഇല്ലല്ലോ. അപ്പൊ സാധാരണക്കാരായ സഖാക്കൾ പിടിച്ചു പറിച്ചിട്ടും കിണ്ടി കോളാമ്പി എടുത്തിട്ടും ഓരോ കക്കുകയാണ്. മൊത്തത്തിൽ നിങ്ങൾ രാജ്യം മുഴുവൻ തിരുട്ട് പാർട്ടിയാണ് നിങ്ങളുടെ പാർട്ടി, തിരുട്ട് ഫാമിലി ഒന്നല്ല. എന്തൊരു സംഘടന, എല്ലാവരും ഇരുന്ന് കക്കുകയാണ്. എല്ലായിടത്തും എല്ലാ സ്ഥലത്തും ഇങ്ങനെ തന്നെയാണ്. ഇത് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ഈ വിശ്വാസവും മതവും എന്ന് പറയുന്നതിൽ വ്യത്യാസമുണ്ട്, ജാതിയും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. എന്താ വെച്ചാൽ മുസ്ലിം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ആണ്. വിശ്വാസം
വിശ്വാസം അത് വേറെയാണ്. കാരണം അത് ഹൃദയത്തിനകത്ത് അല്ലാഹുവായിട്ടുള്ള നമ്മളെ ഏർപ്പാടാണ്. അതിൽ നിങ്ങൾ പേര് കൊണ്ട് മുസ്ലിം ആയതുകൊണ്ടും ഇവിടെ വന്ന് ഇരുന്നുകൊണ്ടും മുസ്ലിം ലീഗിനെ കൊടി പിടിച്ചുകൊണ്ടൊന്നും നമ്മൾ വിശ്വാസി ആവണമെന്നില്ല. അതൊരു കാനേഷുമാരിയുടെ പേരാണ്, ജാതി മതം എന്നൊക്കെ പറയണത്. വിശ്വാസി അല്ലാത്ത പ്രശ്നം എന്താ അറിയോ? ദേവസ്വം ബോർഡിന്റെ അല്ലെങ്കിൽ ദേവസ്വം മന്ത്രിയായിട്ട് കൊണ്ടുവന്നത് ഒരു ഹിന്ദു എന്ന നിലക്ക് വാസവനെയാണ്. അത് ഹിന്ദു എന്നുള്ള പേരാണ്, അതിൽ വിശ്വാസിയല്ല. അതുകൊണ്ടാണ് ഈ ശബരിമലയിൽ നിന്ന് സ്വർണം പോകുമ്പോൾ മൂപ്പർക്ക് കരുവന്നൂർ ബാങ്കിൽ നിന്ന് പൈസ പോകുന്ന പോലത്തെ പ്രശ്നമാണ്. കരുവന്നൂർ ബാങ്ക് എങ്ങനെയാണോ അടിച്ചു മാറ്റുന്നത് അതേ ലാഘവത്തിലാണ് ശബരിമലയിൽ ഇപ്പോൾ സ്വർണം അടിച്ചു മാറ്റുന്നത്. കാരണം അയാൾ വിശ്വാസിയല്ല. എന്നാൽ ആ വിശ്വാസിയായ ഒരു മുസ്ലിമാണോ ഒരു ക്രിസ്ത്യാനിയാണോ മറ്റൊരു മതത്തിൻ്റേത് പോലും തൊഴില്ല. മനസ്സിലായങ്ങൾ? അതാണ് വിശ്വാസിയും അല്ലെങ്കിൽ ഈ കാനേഷുമാരി മതവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. നിങ്ങൾ എന്തോ ആയിക്കോളി, ഞാൻ വിശദീകരിക്കണില്ല. നിങ്ങൾ കക്കുകയോ മുക്കുകയോ നക്കുകയോ ഒക്കെ ചെയ്യും, അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ. പക്ഷെ ഒരു കാര്യം ഞാൻ സഖാക്കളോട് പറയാം. നിങ്ങൾ PM ശ്രീയിൽ ചെയ്തൊരു കാര്യമുണ്ടല്ലോ, അതൊരു ചെറിയ പണിയല്ല. അതൊരു ചെറിയ പണിയല്ല. അത് നിങ്ങൾ വെറുപ്പിൻ്റെ പ്രത്യയശാസ്ത്രത്തെ ഈ മഹോന്നതമായ നാട്ടിൻ്റെ സംസ്കാരമാക്കുകയാണ്, കരിക്കുലമാക്കുകയാണ്. നമ്മുടെ പാഠപുസ്തകങ്ങളിൽ നിന്ന് ഗാന്ധിജിയും അബുൽ കലാം ആസാദും നെഹ്റുവും ഒക്കെ ഇറങ്ങിപ്പോവുകയാണ്. അവിടെ നിങ്ങൾ സവർക്കറെയും ഹെഡ്ഗേവാറിനെയും ഒക്കെ തിരുകി കയറ്റുകയാണ്. സഖാക്കളെ, തലമുറയെ പിഴപ്പിച്ച പാപികളെന്ന് നാളെ ചരിത്രം നിങ്ങളെ വിളിക്കും. 1300 കോടി രൂപക്കല്ല ഇത്, ഞങ്ങൾക്കറിയാം. 1.25 ലക്ഷം കോടിയുടെ വാർഷിക ബജറ്റുള്ള ഒരു നാട്ടില് 1300 കോടിക്കല്ല നിങ്ങളിത് ചെയ്തത്. തോമസ് ഐസക് പറഞ്ഞു NEP വരില്ല. ഐസക്കിനോട് സകല ബഹുമാനം വെച്ച് ഞാൻ ചോദിക്കട്ടെ, പിന്നെ PM ശ്രീയുടെ കരിക്കുലം എന്താണ്? സിലബസ് എന്താണ്? കേരള പാഠാവലിയാണോ? NEP ആണ്. NEP എന്നത് NEPയുടെ പൈലറ്റ് പ്രോജക്റ്റ് ആണ് PM ശ്രീ, സംശയമില്ല. അതാണ് കരിക്കുലം. ഇനി ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ 2000-ൽ NEP വന്നപ്പോൾ നിങ്ങൾ പറഞ്ഞ പൊളിറ്റ് ബ്യൂറോയുടെ ഒരു ഡയലോഗ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കാണും. എന്താ പറഞ്ഞറിയോ? ബ്രാഹ്മണിക്കൽ എഡ്യൂക്കേഷൻ. നിങ്ങളുടെ വാക്കാണ്. പിന്നെ ശിവൻകുട്ടിക്ക്, അദ്ദേഹത്തിന് പോഴത്തം കൂടുതലാണെങ്കിലും വിവരം വളരെ കുറവായതുകൊണ്ട് അദ്ദേഹം ചിലപ്പോൾ സത്യസന്ധമായി സംസാരിച്ചോളൂ. അദ്ദേഹം പറഞ്ഞെന്താണെന്ന് വെച്ചാൽ NEP മാറി എന്നല്ല, എൻ്റെ അഭിപ്രായം മാറ്റിയെന്നാണ്. വളരെ സത്യസന്ധമായ സ്റ്റേറ്റ്മെൻ്റാണ്. NEP മാറിയെന്ന് മൂപ്പർക്ക് അഭിപ്രായമില്ല. എൻ്റെ അഭിപ്രായം ഞാൻ മാറ്റി. എന്താ മാറ്റിയത്? BJPക്ക് അനുകൂലമായി മാറ്റി. അതുകൊണ്ട് ABVP അഭിവാദ്യം ചെയ്തു. SFI വന്നില്ല, AISF വന്നില്ല, MSF വന്നില്ല, KSU വന്നില്ല, ABVP വന്നു. രണ്ടാമത് ശിവൻകുട്ടി പറഞ്ഞ കേസ് എന്താ? ഞങ്ങൾ ദേശാഭിമാനിയുടെ ഫ്രണ്ട് പേജിൽ വന്നതാണ്. ഞങ്ങൾ ഇതിൽ ഒപ്പിട്ടത് കുട്ടികൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ വിചാരിക്കും നമ്മളെ കുട്ടികൾക്ക് വേണ്ടിയാണ്. അല്ല, പിണറായിയുടെ 2 കുട്ടികൾക്ക് വേണ്ടിയാണ്. അത് വസ്തുതാപരമാണ്. വേറെ ഒരു രാഷ്ട്രീയം ഇതിനകത്തില്ല. പിണറായിയുടെ 2 കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നത്. അതിനു വേണ്ടി മാത്രമാണ്. ഞാൻ സഖാക്കളോട് ചോദിക്കട്ടെ, നമ്മുടെ നാട്ടിൽ നിങ്ങൾ ഇതൊക്കെ പറഞ്ഞു, മക്കൾക്ക് വേണ്ടിയിട്ടോ സ്റ്റേറ്റിന് വേണ്ടിയിട്ടോ, ഒന്ന് നിങ്ങൾ ആലോചിക്കണം. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ അഭിമാനത്തോടെ പറഞ്ഞു അഹമ്മദ് സാഹിബ് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയാണ്. എന്നിട്ട് എന്തൊരു അഭിമാനമാണ്. നമ്മളെപ്പോലെ തന്നെ ചെറിയൊരു പാർട്ടിയാണ് CPM. അത്ര വലിയൊന്നല്ല, MP-മാരാണോ MLA-മാരാണോ എടുത്തു അറിയാം, ചെറിയ പാർട്ടിയാണ്. ആ പാർട്ടിക്ക് കൈവെള്ളയിൽ കൊണ്ടുവന്ന് സഖ്യകക്ഷികൾ കൊടുക്കാമെന്ന് പറഞ്ഞു പ്രധാനമന്ത്രി പദം. ജ്യോതി ബസു പ്രധാനമന്ത്രിയാവുമെന്ന വാർത്ത നമ്മൾ വായിച്ചവരാണ്. അന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോ കൂടിയിട്ട് പറഞ്ഞ എന്താണെന്നറിയോ? പ്രധാനമന്ത്രി വന്നിട്ട് കാര്യമില്ല, ഒരു സഖ്യം തുടരുന്ന ബൂർഷ്വാ നിലപാടുകൾ നമ്മളും തുടരേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങള് ഈ പ്രധാനമന്ത്രി പദം വേണ്ടെന്ന് പറയുകയാണ്. ചരിത്രപരമായ തീരുമാനം. മണ്ടത്തരമെന്ന് ജ്യോതി ബസു പറഞ്ഞു. പക്ഷേ ചരിത്രപരം എന്തൊക്കെ പറഞ്ഞാലും ഒരു പാർട്ടി എടുക്കുന്ന എത്ര വലിയ തീരുമാനമായിരുന്നു എന്നറിയുമോ? അങ്ങനെയുള്ള ഒരു പാർട്ടിയാണ് ഈ നിലപാടിൽ ഒപ്പുവെക്കുന്നത് എന്ന് നിങ്ങൾ ഓർക്കണം. നിങ്ങൾ കേൾക്കാറുണ്ട് 1ാം മോദി സർക്കാർ, 2ാം മോദി സർക്കാർ. നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. 1ാം പിണറായി സർക്കാർ, 2ാം പിണറായി സർക്കാർ, 3ാമത് പിണറായി സർക്കാർ വരുമോ എന്നത്. സഖാവേ, അങ്ങനെയല്ലല്ലോ പറയേണ്ടത്. അത് മോദിയല്ലേ, അത് BJP അല്ലേ, അത് ഫാഷിസ്റ്റ് അല്ലേ? നിങ്ങൾ പറയേണ്ടത് 1ാം കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ, 2ാം കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ, 3ാം കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ വരുമോ എന്നാണ്. ആശയം ചോർന്നത്,
നിലപാടുകൾ ചോർന്നത് ആർക്കാണ് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. 2000 അല്ല 10,000 കോടി തന്നാലും നിങ്ങളുടെ നാഗ്പൂരിലെ RSSന്റെ പാഠം ഇവിടെ പഠിപ്പിക്കില്ലെന്ന് തമിഴ്നാട്ടിലെ സ്റ്റാൻലിൻ. അദ്ദേഹത്തിന് അത് പറയാം. കാരണം എന്താണോ, മക്കൾ അധ്വാനിച്ചിട്ടാ തിന്നുന്നത് അല്ല. അതുകൊണ്ട് പറയാം, അതുകൊണ്ട് അയാൾക്ക് പറയാം. എന്താ മമതാ ബാനർജി പറഞ്ഞത്? സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, പ്രയാസമുണ്ട്, പക്ഷേ പിച്ചപ്പാട്ട എടുക്കേണ്ടി വന്നാലും ഇതിവിടെ നടപ്പിലാക്കാൻ പറ്റൂല. ആ മമതയുടെ തലമുടിയുടെ ബലം നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ നടുപ്പുറത്തുണ്ടോ എന്ന് CPM-കാരൻ ഒന്ന് പരിശോധിച്ച് നോക്ക്. ഞാൻ അത്ര പറയുള്ളൂ. ഇനി ഒരു ഡയലോഗ് ഞാൻ പറയാം. അതിങ്ങനെയാണ്: ഇവിടെ NEP അംഗീകരിക്കും, SIR നടപ്പിലാക്കും, ഖഡ്ഗേവാറിനെ കുറിച്ചും സവർക്കറെ കുറിച്ചും ഇവിടെ പഠിപ്പിക്കും, ഗാന്ധിജിയെ മറക്കും, നെഹ്റുവിനെ മറക്കും, അബുൽ കലാം ആസാദിനെ മറക്കും. ഞങ്ങൾ പൗരത്വ രജിസ്റ്റർ കൊണ്ടുവരും. ആത്മവിശ്വാസം തുളമ്പുന്ന ഈ വാക്ക് K. സുരേന്ദ്രന്റെ പത്രസമ്മേളനമാണ്. പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിൽ ഈ ആത്മവിശ്വാസം എങ്ങനെയാണ് കിട്ടിയത് എന്ന് നിങ്ങളൊന്ന് പരിശോധിക്കുക. ഞാൻ നിങ്ങളോട് പറയട്ടെ, തട്ടമിട്ട മുസ്ലിം പെൺകുട്ടിയെ ചേർത്തു പിടിച്ച് ഫോട്ടോഷൂട്ട് നടത്തുന്ന ശിവൻകുട്ടിയെ കാണുമ്പോൾ തരളിതമായി പോകുന്നവരോട് ആ തട്ടത്തിൻ്റെ മറയത്ത് കാവി പുതച്ച് കിടക്കുന്ന CPM-ന്റെ ഭീകരത കാണാൻ മറന്നു പോകരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എനിക്കിഷ്ടമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഈ വിഷയത്തിൽ AISF-ൻ്റെതാണ്. അവർ പറഞ്ഞു, ദയവ് ചെയ്ത് ഇനി SFI-ക്കാർ മുണ്ടുടുത്ത് സമരത്തിന് വരരുത്, കാരണം മടക്കി കുത്തിയാൽ നിങ്ങളുടെ കാക്കിക്കളസ ലോകം കാണുമെന്നാണ്. ഇത് പറഞ്ഞത് MSF അല്ല, AISF ആണ്. എന്തൊരു ദുരന്താണ് നിങ്ങൾ ആലോചിച്ചു. എന്ത് സർക്കാരാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കളിയിൽ വലിയ ഭ്രാന്ത്. ഇപ്പോൾ ഞാനിങ്ങനെ കണ്ടപ്പോൾ നമ്മളെ ഈ പരിപാടിയിൽ ഒരു രസമുള്ള പരിപാടി എന്തായാലും ഫുട്ബോളിനെ കുറിച്ചുള്ള അല്ലേ, മലപ്പുറത്തുകാർക്ക് ഫുട്ബോൾ ഒരു ആവേശമാണ്. വേൾഡ് കപ്പ് വന്നാൽ നമുക്ക് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? മാർക്സിസ്റ്റിന് ഓർമ്മയുണ്ടോ? RSS ഓർമ്മയുണ്ടോ? BJP ഓർമ്മയുണ്ടോ? എല്ലാവരും കളിക്കളത്തിലാണ് ഒരുമിച്ച്, ഒരു നാട്, പരസ്പരം തർക്കം, ബഹളം, എന്തൊരു ഉഷാറാണ് അല്ലേ. നമുക്ക് അങ്ങനെ ഒരു വികാരമുണ്ട് എന്ന് കരുതി അതിനെ ചൂഷണം ചെയ്യാൻ പാടുണ്ടോ? മെസ്സിനെ കുറേ ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട് ഫുട്ബോൾ, അതും വോട്ടാക്കാൻ നോക്കുക. ഒരു മരമുറി കേസിലെ പ്രതിനെ കൊണ്ടുവന്നിട്ട് അയാളെ ഏൽപ്പിക്കുക, അയാൾക്ക് സ്റ്റേഡിയം കൊടുക്കുക. അയാൾ സ്റ്റേഡിയത്തിൽ എത്തിയ ഉടനെ സ്റ്റേഡിയത്തിലെല്ലാം മരം മുറിച്ചു. ഇയാൾ 7 മരം കണ്ടാൽ മുറിക്കും. സ്റ്റേഡിയത്തിലെ മരം മുറിച്ചു, സർക്കാരിൻ്റെ ഭൂമിയിൽ നിന്ന് മുറിച്ചുകൊണ്ടേയില്ലേ, അത് മുറിച്ചുകൊണ്ടേയി. എന്നിട്ട് എന്താ മെസ്സി വരാത്തത് ചോദിച്ചാൽ പറയാം, മെസ്സി വരാത്തത് നമുക്ക് ക്ഷീണമായി ഞങ്ങൾ പറയണത്. വരാത്തത് മെസ്സിക്ക് ക്ഷീണാവും. മെസ്സിക്ക് ഇവിടെ വരാത്തത്, ഇവൻ വിളിച്ചിട്ട് വരാത്തതിലും മെസ്സി ബേജാറായി പോത്രേ. അത് മാത്രമല്ല, അർജന്റീനക്ക് വമ്പിച്ച തിരിച്ചടിയായി പോകുന്നവരുടെ ഈ ജാതി പുളവന്മാരെയൊക്കെ വെച്ചിട്ട് പൈസ അടിച്ച് മാറ്റുന്ന അദ്രമാനെ കുറച്ചൊക്കെ ഒരു സെൻസ് വേണ്ടേ? രാജ്യത്ത് ഈ ജാതി പണിയെടുക്കുമ്പോൾ കുറച്ചൊക്കെ ഒരു മര്യാദ വേണ്ടേ? ഞാൻ വിശദീകരിക്കണില്ല. ഇന്നലത്തെ പ്രഖ്യാപനമൊക്കെ എന്താണ് മുഖ്യമന്ത്രിയുടെ? എന്താ ഇവർ ചെയ്യാൻ പോണത്? ഇന്നലെ പറഞ്ഞു അതിദാരിദ്ര്യം ഇല്ലാത്ത. അപ്പം നോക്കുമ്പോൾ അങ്ങനല്ല, അതിദാരിദ്ര്യർക്ക് പ്രൊമോഷൻ കൊടുത്തിട്ട് ദരിദ്രരാക്കി മാറ്റി. ഒരു നാളെ മുതൽ ദരിദ്രർ എന്നറിയപ്പെടും, അത്രേ ഉള്ളൂ. അതിദാരിദ്ര്യ കാർഡുണ്ട് കേരളത്തിൽ. അല്ലെങ്കിൽ ഇനിയിപ്പോൾ സംഭവിക്കാൻ പോണ കേസ് കാര്യങ്ങൾ സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കുന്ന കാർഡ് റദ്ദാക്കും. പാവങ്ങളുടെ കാര്യത്തിൽ എൻ്റെ സഖാക്കളെ, നിങ്ങൾ സത്യത്തിൽ ഈ ദുരഭിമാനത്തിന് വേണ്ടിയിട്ട്, ഒരു പ്രഖ്യാപനത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യാൻ പോകുന്ന മനുഷ്യനെ കൊല്ലുകയാണ്. ദുരഭിമാന കൂട്ടക്കൊല നടത്താൻ പോവാണ്. ഈ പാവങ്ങൾക്ക് അവർക്ക് കിട്ടുന്ന റേഷൻ ബോർഡും ഇല്ലാണ്ടായാൽ എന്താ ചെയ്യുക? എന്നിട്ട് അല്ല ഞാൻ ചോദിക്കണം, ഒരു പ്രഖ്യാപനം കൊണ്ട് മാറ്റാൻ കഴിയുന്ന സാധനമാണോ പട്ടിണി, ദാരിദ്ര്യം, വിശപ്പ്? ഒരു പ്രഖ്യാപനം കൊണ്ട് മാറ്റാൻ കഴിയുമോ? അങ്ങനെ എടുക്കാൻ കഴിയുന്ന നിങ്ങൾ ഇപ്പം ബഷീർ സാഹിബ് ഇവിടെയുണ്ട്, അദ്ദേഹം തന്നെ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. സെൻട്രൽ ഗവൺമെൻറ് ചില സെൻസസുകൾ കുക്ക് ചെയ്തെടുക്കുകയാണ്. എന്ന് വെച്ചാൽ അവർക്ക് ആവശ്യമുള്ള സെൻസസുകൾ, കണക്കുകൾ അവരുണ്ടാക്കും. BJP-യും RSS-ഉം അതിൻ്റെ പണിയാണ്. അതിൻ്റെ ഭാഗമാണ് നീതി ആയോഗ്, അതിൻ്റെ ഭാഗമാണ് കേന്ദ്ര പഠന ഏജൻസി, അതിൻ്റെ ഭാഗമാണ് നാഷണൽ സ്റ്റാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, അതുപോലെ തന്നെ നാഷണൽ ഫാമിലി ഹെൽത്ത്. ഈ സർവേ ഒക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നാഷണൽ സ്റ്റാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ രാജിവെച്ചു. എന്നാൽ ഹെൽത്ത് അതിൻ്റെ തലപ്പത്തുള്ള ആളെ സസ്പെൻഡ് ചെയ്തു. ഒറ്റ കാര്യം കൂടെ ഞാൻ പറയട്ടെ. ഈ ബിസിനസ് ജേർണലിസ്റ്റ് ആയിട്ടുള്ള ദേബാശിഷ ബസുവിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, നിങ്ങൾക്ക് പരിശോധിച്ചാൽ അത് കിട്ടും. അത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, ഇന്ത്യയിൽ അടുക്കള സാധനങ്ങൾ ഉണ്ടാക്കുന്ന കമ്പനികൾ പ്രതിസന്ധിയിലാണ്. അടുക്കള പാത്രങ്ങൾ, അടുക്കള ഉപകരണങ്ങൾ. കാരണം എന്താണ്? മനുഷ്യൻ അത് വാങ്ങാൻ കഴിയാത്ത വിധം ദരിദ്രനാണ്. എന്നാൽ
ആഡംബര വാച്ചുകളായ ടിസോട്ടും ഒമേഗയും 267% വളർച്ചയിലാണ്. അടിവസ്ത്രമുണ്ടാക്കുന്ന കമ്പനിക്ക് പ്രതിസന്ധിയുണ്ട്. ഇരുചക്ര വാഹന കമ്പനികൾ പൂട്ടുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. അവരുടെ വിൽപ്പന കുറഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എന്നാൽ BMW-യും ബെൻസും റേഞ്ച് റോവറും 37% വർധനവ് വന്നു. ഈ കണക്കെന്താ അറിയങ്ങള്? പണള്ളോനായിട്ട് അതിശീഘ്രം വളരുന്നു. പാവപ്പെട്ടവൻ താഴേക്ക് തന്നെ പതിച്ചുകൊണ്ടിരിക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട സ്റ്റേറ്റ് ആയിട്ട് ദേബാശിഷ ബസു പറഞ്ഞത് ഒന്ന് കേരളമാണ് എന്നാണ്. ഈ കഴിഞ്ഞ 9.5 വർഷം കൊണ്ട് സഖാക്കൾ ധനാഢ്യരായിട്ടുണ്ടാവാം, നിങ്ങൾക്ക് പണമുണ്ടാക്കാനുള്ള പഴുതുകൾ ഉണ്ടാവാം. പക്ഷേ ഈ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യന്റെ അവസ്ഥ എന്താണ്? അവന്റെ സ്ഥിതി എന്താണ്? രാജ്യത്തിന്റെ സമ്പത്തിന്റെ 50% ഇപ്പോഴും 3% മുതലാളിമാരിലാണുള്ളത്. ഈ ഇന്ത്യ രാജ്യത്തിലെ സമ്പന്നന്മാർ 10% സമ്പന്നന്മാർ രാജ്യ വരുമാനത്തിന്റെ 75% കൈവശം വച്ചിരിക്കുന്ന ശതകോടീശ്വരന്മാരാണ്. ഇദ്ദേഹത്തിന്റെ പ്രഖ്യാപനമാണ്, ഞാൻ വിശദീകരിക്കല്ല. ആഗോള പട്ടിണി സൂചികയിൽ 121-ൽ 107ാമതാണ് ഇന്ത്യ എന്നത് ഇന്നലെയുള്ള കണക്കാണ്. അപ്പോഴാണ് ഭരണകൂടങ്ങൾ മായാപിക്കഥ പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ചില ഉദാഹരണങ്ങൾ. സെൻട്രൽ ഗവൺമെന്റിനെ അങ്ങനെ കോപ്പിയടിക്കുക, അതേപോലെ ആ സെൻട്രൽ ഗവൺമെന്റ് പറയുന്ന മായാപിക്കഥകൾ കേരളവും പറയുകയാണ്. ഒറ്റക്കാര്യം ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ ആദിവാസി സമൂഹത്തിന്റെ അവസ്ഥ എന്താണ്? 5,29,000 മഞ്ഞക്കാടുകളിൽ മഹാഭൂരിപക്ഷവും ആദിവാസി സമൂഹത്തിൻ്റെതാണ്. നിങ്ങൾ അവരെ കണക്ക് കണ്ടിട്ടുണ്ടോ? തെരുവിൽ കിടന്നുറങ്ങുന്നവൻ, റെയിൽവേ സ്റ്റേഷനിൽ കിടന്നുറങ്ങുന്നവൻ, ബസ് സ്റ്റാൻഡിൽ കിടന്നുറങ്ങുന്നവൻ, ഇവനെ നിങ്ങൾ കർണാടകയിൽ കൊണ്ടുപോയി തള്ളുമോ? എന്നിട്ട് അതിർത്തിയിൽ CPM-കാർ അവൻ തിരിച്ചു വരാതിരിക്കാൻ കാവൽ നിൽക്കുമോ? ഇവരെവിടെ? നമ്മുടെ കൺമുറ്റത്തുണ്ട്, ഈ വാഴക്കാടിലുണ്ട്, പരിസര പ്രദേശങ്ങളിലുണ്ട്. ഈ പരമദരിദ്രരായ ആളുകളെ എന്നിട്ട് അവന്റെ പേരിൽ ആഘോഷിക്കാൻ മമ്മൂട്ടിയെ കൊണ്ടുവന്ന് വലിയ നാടകം കളിക്കുമ്പോ അതിന് ചെലവാക്കിയ പൈസ 1.5 കോടി ഉറുപ്പ്യ. എന്റെ സഖാക്കളെ, അതും ഈ പാവപ്പെട്ടവന്റെ പിച്ചച്ചട്ടിന്ന് എടുത്തിട്ടാണ്. എന്ത് മര്യാദ കെട്ടവരോടങ്ങള്! ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കാൻ, അവർക്ക് വേണ്ടി നീക്കി വെച്ച പണത്തിൽ നിന്നാണ് 1.5 കോടി ചെലവാക്കിയത്. ആ പണം, അതും രസമുണ്ട്, അതാരും പറഞ്ഞു കണ്ടില്ല. അത് കൊടുത്തത് ആർക്കാന്നറിയോ? ഊരാലുങ്കലിന്. അപ്പൊ അതും പുറത്തു പോവില്ല. വേറെ പന്തല് കെട്ടാനൊന്നും ആളില്ലാഞ്ഞിട്ടല്ല. ആ 1.5 കോടി ഇവന്റെ പിച്ചച്ചട്ടിയിൽ നിന്ന് എടുത്തിട്ട് കൊടുക്കുന്നത് ഊരാലുങ്കലിന്. അപ്പൊ അതും പുറത്തല്ല. ഇങ്ങനെ ഒരു ഭരണകൂടം നിങ്ങൾ മനസ്സിലാക്കണം. ഇംഗ്ലീഷ് പത്രങ്ങളിൽ കൊടുത്ത പരസ്യം എല്ലാ സ്റ്റേറ്റിലും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇവിടെ മാത്രം വന്നത്? എല്ലാ സ്റ്റേറ്റിലെയും മുഖ്യപത്രങ്ങളിൽ, ഇന്ത്യയിലെ മുഴുവൻ ഇംഗ്ലീഷ് പത്രങ്ങളിൽ എത്ര കോടിയാണ് സഖാക്കളെ! എത്ര മനുഷ്യർക്ക് നിങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കാൻ കഴിയും? എത്ര പാവങ്ങളെ നിങ്ങൾക്ക് സഹായിക്കാൻ കഴിയും? അവരെ മുഴുവൻ. ഞാൻ ഒരൊറ്റ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. നമ്മളിപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഒരുത്തൻ പറയാണ്, കിടക്കാൻ പോയപ്പോൾ മക്കളോടൊക്കെ പറഞ്ഞു, നാളെ മുതൽ ഞാൻ ബെൻസിലാണ് യാത്ര ചെയ്യാൻ പോണത്. മക്കളൊക്കെ ഇങ്ങനെ നോക്കി. നേരം വെളുത്ത് മുറ്റത്തിറങ്ങി നോക്കുമ്പോൾ ആടെ ഓട്ടോറിക്ഷനെ ഉള്ളൂ. പ്രഖ്യാപിച്ച മാറുമോ മനുഷ്യന്റെ ജീവിതാവസ്ഥ? ആഗ്രഹിച്ചിട്ട് കാര്യമുണ്ടോ? നമ്മുടെ നാട്ടിലെ മനുഷ്യർക്കുള്ള ദുരിതത്തെ റിയലൈസ് ചെയ്യാതെ, മനസ്സിലാക്കാതെ എങ്ങനെയാണ് പരിഹരിക്കുക? അതുകൊണ്ട് ദുരിതം മനസ്സിലാവണമെങ്കിൽ അവന്റെ കൂടെ യാത്ര ചെയ്യണം മുഖ്യമന്ത്രി. 150 കാറിന്റെ നടുവിൽ ഒരു കറുത്ത കാറിലിരുന്നിട്ട് യാത്ര ചെയ്യുന്ന അങ്ങയുടെ പരിസരത്തേക്ക് വരാൻ കഴിയുമോ? ദരിദ്രന് മനുഷ്യന്. ഇതാ ഇതുപോലെ പന്തല് കെട്ടിയിട്ട് മലപ്പുറത്ത് വന്നിരുന്നു ഉമ്മൻചാണ്ടി സാറ്. ഞങ്ങളുടെ മുഖ്യമന്ത്രിയായിരുന്നു, ഞങ്ങൾ ആ മുന്നണിയിൽ ഉണ്ടായിരുന്നു. ആ മനുഷ്യൻ ചേർത്ത് പിടിച്ചത് നാട്ടിലെല്ലാവരെയുമാണ്, പാവങ്ങളെയാണ്. ചേർത്തിങ്ങനെ പിടിക്കുമ്പോൾ അവൻ്റെ ഹൃദയത്തുടിപ്പ് മനസ്സിലാക്കാൻ കഴിയും. ഒരു മാസ്ക് പോലും ഇടില്ല. അദ്ദേഹം ഇങ്ങനെ വരിയായി വന്ന്, ഞാനന്ന് കണ്ണൂരിലെ MLA ആണ്, എനിക്കറിയാം. വരിയായി വന്ന വണ്ടികളിൽ നടക്കാൻ വയ്യാത്തവർ, ബെഡ് റിഡൻ ആയ ആളുകൾ, ഓട്ടിസം ബാധിച്ച കുട്ടികൾ, ഇവരൊക്കെ വരും. ഉമ്മൻചാണ്ടി ഇടയ്ക്ക് ഇറങ്ങിയിട്ട് അവരൊക്കെ പോയി കാണുമ്പോൾ ഉമ്മൻചാണ്ടിക്ക് മനസ്സിലാവും അവരനുഭവിക്കുന്ന പ്രയാസം. തിരിച്ച് തിരുവനന്തപുരത്ത് പോയിട്ട് ഈ നാട്ടിലെ ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ സ്കൂളുകൾ മുഴുവൻ എയ്ഡഡ് സ്കൂളാക്കി പ്രഖ്യാപിച്ചു. നിങ്ങൾ അധികാരത്തിൽ വന്ന പിറ്റേന്ന് റദ്ദ് ചെയ്തു. അത് നാട്ടിലെത്ര പാവപ്പെട്ടവരുണ്ടെന്ന് അറിയാൻ ഈ സെൻട്രൽ ബാങ്കിന്റെ ഖജാന കൊണ്ടുവന്ന പോലെ 100-150 വാഹനത്തിന്റെ നടുവിൽ കയറിയിരിക്കുന്ന പിണറായി വിജയൻ അറിയോ? മനസ്സിലാവോ? മനുഷ്യന്റെ ദാരിദ്ര്യം എന്താണ്, കഷ്ടപ്പാട് എന്താണ്? രാഷ്ട്രീയ ജീവിതം അവസാനിക്കുമ്പോഴേക്കും മക്കൾക്ക് വിദേശത്ത് ഒരുമിപ്പിച്ച് കൂട്ടാൻ വേണ്ടി ഉള്ള സമ്പാദ്യം മുഴുവൻ നാട് കടത്തിവിടുന്ന പിണറായി വിജയന്
അറിയോ ഈ പാവപ്പെട്ടവന്റെ ബുദ്ധിമുട്ട്, പ്രയാസങ്ങൾ? 4 കാർഡുണ്ട് ഇവിടെ. ആ മഞ്ഞക്കാട് വാങ്ങുന്നവന്റെ ദുരിതം നിങ്ങൾക്ക് അറിയോ? സെൻട്രൽ ഗവൺമെന്റ് പദ്ധതി നിർത്തിയാൽ, അവരുടെ സൗജന്യ റേഷൻ നിന്ന് പോയാൽ, ഈ പൊട്ടിപ്പൊളിഞ്ഞ കേരളത്തിന്റെ ഖജനാവിൽ നിന്ന് ഇനി കൊടുക്കാൻ പൈസ ഉണ്ടോ? എന്റെ സഖാക്കളെ, അതിദാരിദ്ര എന്ന് പറയും, നമ്മൾ തന്നെ അതിദാരിദ്രരാണ്. കാര്യം എന്താ അറിയോ? ഓരോരുത്തരും 1.5 ലക്ഷം റുപ്യൻ്റെ അടുത്ത് കടാണ് നമ്മളെ കണക്കനുസരിച്ചിട്ട്. കേരളം തന്നെ ഒരു അതിദാരിദ്ര സ്റ്റേറ്റാണ്. എന്നിട്ടാണ് അവിടെ അതിദാരിദ്ര്യം ഇല്ല എന്ന് പറഞ്ഞിട്ട് ഈ നാടകം കളിക്കുന്നത്. അതുകൊണ്ട് ഈ മായാവി കഥകളല്ല, റിയാലിറ്റിയിലേക്ക് വരാൻ, അതിനുകൂടെ കണ്ണു തുറക്കാൻ നിങ്ങൾക്കാവട്ടെ. അഭിവാദ്യങ്ങൾ നേരുന്നു. ജയ് ഹിന്ദ്.